ഞാൻ ഡോക്ടർ അഞ്ജന, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രഗ്നൻസിയിൽ ആദ്യമായി എടുക്കുന്ന സ്കാനിനെ പറ്റിയാണ്. പ്രഗ്നൻസിയിൽ ആദ്യമായി എടുക്കുന്ന സ്കാനിങ് എപ്പോഴും സ്പെഷ്യലാണ്. അത് എപ്പോൾ എടുക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ? ഫസ്റ്റ് സ്കാൻ അഥവാ അതിനെ ഡേറ്റിംഗ് സ്കാൻ, വയബിലിറ്റി സ്കാൻ എന്നൊക്കെ പറയാറുണ്ട്. ഐഡിയലായിട്ട് 6 to 10 വീക്സിലാണ് നമ്മൾ ഫസ്റ്റ് സ്കാനിന് എടുക്കാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇതിനെ വയബിലിറ്റി സ്കാൻ അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാൻ എന്നൊക്കെ വിളിക്കുന്നു? വയബിലിറ്റി സ്കാൻ, അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആദ്യമായി കണ്ടു തുടങ്ങുന്നത് ഈ ഫസ്റ്റ് സ്കാനിലാണ്. കുഞ്ഞ് വയബിൾ ആണോ എന്നറിയുന്ന സ്കാനാണ് ഈ ഫസ്റ്റ് സ്കാൻ. അതുപോലെ തന്നെ ഡേറ്റിംഗ് സ്കാൻ എന്ന് വിളിക്കാൻ കാര്യം, ഒരുപാട് സ്ത്രീകളിൽ പീരീഡ്സ് ഇറഗുലർ ആവാറുണ്ട്, ലാസ്റ്റ് പീരീഡ്സ് വന്നത് എന്നാണെന്ന് അറിയാതിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ ഡേറ്റ് ഓഫ് ഡെലിവറി കറക്റ്റായി നിർണ്ണയിക്കുന്നത് ഈ 6 to 10 വീക്സിലെടുക്കുന്ന ആദ്യ സ്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡേറ്റിംഗ് സ്കാൻ എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ? ഏറ്റവും അത്യാവശ്യമായി അറിയേണ്ട കാര്യം, കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് യൂട്രസിനകത്താണോ യൂട്രസിന് പുറത്താണോ എന്നുള്ളതാണ്. അതായത് യൂട്രസിനകത്തുള്ള നോർമൽ പ്രഗ്നൻസി ആയിട്ടാണോ, യൂട്രസിന് പുറത്ത് എവിടെയെങ്കിലുമുള്ള എക്ടോപിക് പ്രഗ്നൻസി, ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ട്യൂബിനകത്തുള്ള എക്ടോപിക് പ്രഗ്നൻസി മുതലായവ അറിയാനും ഈ സ്കാനിങ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യൂട്രസിലോ ഓവറിയിലോ ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, അതായത് ഗർഭാശയ മുഴകളോ ഓവറിയിലുള്ള സിസ്റ്റുകളോ മുതലായവയും നമുക്ക് ഈ സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. മാത്രമല്ല, എന്തെങ്കിലും സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ പോലുള്ള സ്ത്രീകളിൽ ഇത്തരം സ്കാൻ എടുത്താൽ കുഞ്ഞിൻ്റെ വയബിലിറ്റി, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഓക്കെയാണോ, കുഞ്ഞ് നല്ലതായിട്ടാണോ ഇരിക്കുന്നത്, ഉള്ളിൽ എന്തെങ്കിലും ബ്ലഡിൻ്റെ അംശമുണ്ടോ, ഇത്തരം കാര്യങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായും 6 to 10 വീക്സിനകത്ത് തന്നെ ആദ്യമായി സ്കാനിങ് എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇത്തരം വിവരങ്ങൾക്കായി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യാം. താങ്ക് യു.